ഐക്യരാഷ്ട്രസഭയിൽ പാകിസ്ഥാനെ തെമ്മാടി രാജ്യമെന്നാണ് ഇന്ത്യ വിശേഷിപ്പിച്ചത്. എല്ലാ തീവ്രവാദത്തിനും പിന്തുണ കൊടുക്കുന്ന രാജ്യത്തെ എങ്ങനെയാണ് വിശേഷിപ്പിക്കാമെന്നൊരു ചോദ്യം കൂടി ബാക്കിയാണ്. കാരണം എല്ലാ തീവ്രവാദ പ്രവർത്തകർക്കും സംരക്ഷണം നൽകുന്ന സ്ഥലമാണ്. നിങ്ങൾക്കറിയുന്നത് പോലെ അമേരിക്കയ്ക്ക് മാത്രമല്ല എല്ലാ രാജ്യങ്ങൾക്കും അത് അറിയുകയും ചെയ്യാം. ദിലീപ് കുമാർ കൂടി സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നു. ദിലീപ് കുമാർ, ഐക്യരാഷ്ട്രസഭയിൽ നടന്ന നമ്മുടെ പ്രതിനിധിയുടെ പ്രതികരണത്തെക്കുറിച്ച്. SKN അതിരൂക്ഷമായ ഭാഷയിലാണ് പാകിസ്ഥാനെ ഇന്ത്യ ഐക്യരാഷ്ട്ര സംഘടനയുടെ ഭീകരരുടെ പുനരധിവാസം സംബന്ധിച്ച പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ ആ പ്രസംഗത്തിൽ ഇന്ത്യയുടെ ഐക്യരാഷ്ട്ര സംഘടനയുടെ സ്ഥിരം പ്രതിനിധി യോജന പട്ടേൽ വിശേഷിപ്പിച്ചത് പാകിസ്ഥാൻ സർവ്വമര്യാദകളും ലംഘിക്കുകയാണ്, ആഗോളതലത്തിൽ തന്നെ ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുകയാണ് പാകിസ്ഥാൻ ചെയ്തത്. ഇക്കാര്യം പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഇത് ഇനിയും ഈ ലോകരാഷ്ട്രങ്ങൾ കണ്ണടച്ച് നിൽക്കരുത്, ഐക്യരാഷ്ട്ര സംഘടന പോലുള്ളവയുടെ വേദിയിൽ വന്ന് നുണപ്രചരണം നടത്താൻ അനുവദിക്കുകയും അരുത് എന്ന് ഇന്ത്യൻ പ്രതിനിധി ശക്തമായി തന്നെ പറഞ്ഞു. ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ത്യക്ക് പിന്തുണ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിനിടെയാണ് ഐക്യരാഷ്ട്ര സംഘടനയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയുടെ ഭാഗത്തു നിന്നുകൂടി ഇത്തരത്തിൽ പാകിസ്ഥാനെതിരായ വിമർശനമുണ്ടായിരിക്കുന്നത്. അതിനിടെ പാകിസ്ഥാൻ കടുത്ത നടപടികൾക്ക് മുതിരരുത് എന്ന് പാകിസ്ഥാനിലെ മുൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫ്, സഹോദരൻ കൂടിയായ നിലവിലെ പാക് പ്രധാനമന്ത്രിയോട് ഉപദേശിച്ചിട്ടുണ്ട്, ഷഹബാസ് ഷെരീഫിനോട് ഉപദേശിച്ചിട്ടുണ്ട്. നയതന്ത്ര തലത്തിലൂടെ പരിഹാരം കാണണമെന്നാണ് കഴിഞ്ഞ ദിവസം ലാഹോറിലെത്തി പാകിസ്ഥാനിലെ സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ സമിതിയുടെ തീരുമാനങ്ങൾ വിശദീകരിക്കവേ സഹോദരനോട് നവാസ് ഷെരീഫ് പറഞ്ഞത്. അതിനിടെ ഇന്ത്യ തിരിച്ചടിക്കും എന്ന ആശങ്ക പാകിസ്ഥാന് ശക്തമായിട്ടുണ്ട്. ഇക്കാര്യം റോയിട്ടേഴ്സ് നൽകിയ അഭിമുഖത്തിൽ പാക് പ്രതിരോധ മന്ത്രി തുറന്നു പറയുകയും ചെയ്തു. അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായേക്കും, അതുകൊണ്ട് അതിർത്തിയിൽ പാകിസ്ഥാൻ സൈന്യത്തെ സുസജ്ജമായി തന്നെ നിലനിർത്തിയിട്ടുണ്ട്. ആണവായുധം ഉപയോഗിക്കുന്നതൊക്കെ ഏറ്റവും അവസാനത്തെ കാര്യം മാത്രമാണെന്നും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ നേരത്തെയുള്ള നിലപാടിൽ നിന്ന് മാറ്റം മറിച്ചിലുകളോടുകൂടി പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് ഏറ്റവും പുതുതായി വന്നിട്ടുള്ള റോയിട്ടേഴ്സിൻ്റെ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്. SKN